ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മീ മിറാക്കിൾ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു ജേർണൽ കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഇന്നലെ കിട്ടി. പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അൺബോക്സ് ചെയ്തു. അപ്പോൾ ഇന്ന് അതിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതിൻ്റെ പ്രൈസൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ എന്നിട്ടിട്ടുള്ളത്. ഞാൻ മേടിച്ചത് പേർപ്പിൾ ജേർണൽ കിറ്റാണ്. കണ്ടു, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 369 ആണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡയറിയാണ്, ഈ ജേർണലൊക്കെ ചെയ്യാനുള്ള ഡയറി. ഇതിൽ ഗ്രിഡ് ലൈൻസ് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ജേർണൽ ബുക്സ് കിട്ടാൻ ഞാൻ കുറേ കാലമായിട്ട് തപ്പി നടന്നതാണ്, പക്ഷെ അത് കിട്ടിയിട്ടില്ലായിരുന്നു. ഇങ്ങനത്തെ ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ ഭംഗി കിട്ടുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് മെമ്മോ പാഡ്, പിന്നെ ചെക്ക് ലിസ്റ്റ്, പിന്നെ ടു ഡു ലിസ്റ്റും കൂടി ഉള്ളതാണ് കേട്ടുള്ളത്. ഇതാണ് മെമ്മോ പാഡ്. ഇത്രയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കുറച്ച് എൻവലപ്പാണ്, 2 എണ്ണം ഉണ്ട്. ഇത് നമുക്ക് ശരിക്കുള്ള കത്തൊന്നും അയക്കാൻ പറ്റുന്നുണ്ടാവില്ല, നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നല്ലതാണ്, നല്ല ഡെക്കറേറ്റീവായിട്ട് നല്ല രസമുണ്ടാകും. പിന്നെ നെക്സ്റ്റ് തരതിരിച്ചിട്ട് വെച്ചാൽ നെക്സ്റ്റ് വെച്ച് എന്നപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല, എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വരുന്ന കുറച്ച് സംഭവങ്ങളാണ്. ഇതാണ് നെക്സ്റ്റ്. പിന്നെ വാഷി ടേപ്പ്, എനിക്ക് ഇങ്ങനത്തെ വാഷി ടേപ്പ് കിട്ടിയിട്ടേ ഇല്ല. എനിക്ക് ഗ്ലിറ്റർ വാഷി ടേപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഞാൻ കിട്ടാൻ കുറച്ചെങ്കിലും കിട്ടിയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് സ്റ്റിക്കർ സ്റ്റാമ്പ്സ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ സ്റ്റിക്കർ സ്റ്റാമ്പ്സ്. ഇത് എങ്ങനെ ഒട്ടിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല, ഇതുവരെ ഇത് വെച്ചിട്ട് സോൾവ് ചെയ്തിട്ടില്ല. എന്തായാലും ഇതൊരു പാറ്റേൺ പേപ്പേഴ്സ് പോലെയൊക്കെയാണ്, നമുക്കത് ഇവിടെ നിന്ന് കീറിയെടുക്കാം, എന്നിട്ട് ഒട്ടിക്കാം, അങ്ങനത്തെയാണ്. അത് കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ, നല്ല രസമാണ്. പിന്നെ നെക്സ്റ്റ് ഇങ്ങനത്തെ കുറച്ച് ഷീറ്റ്സാണ്. ഇതെന്തിനാണെന്ന് എനിക്കറിയില്ല, എന്തായാലും മറ്റേനേക്കാളും മണ്ണൊക്കെ ഉണ്ട്, അത് മാത്രമേ എനിക്കറിയാം. പിന്നെ നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് സ്റ്റിക്കേഴ്സ്. ഇതിൽ ഈ ഒരു സ്റ്റിക്കേഴ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, കുറച്ച് കോട്ട്സൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ. പിന്നെ ഇത് സ്റ്റിക്കർ സ്റ്റാമ്പ്സ് ആണ്. ഇത് കോട്ട്സാണ് കേട്ടോ, കോട്ട്സ് ശരിക്കുള്ള കോട്ട്സാണ്. പിന്നെ ഇത് 2 ലാംഗ്വേജ് ഉണ്ട്. ഞാൻ കുറച്ച് മുമ്പ് എടുത്തത് ഇംഗ്ലീഷ് ആയിരുന്നു. ഇത് ഏതാ ഭാഷ എന്നൊന്നും എനിക്കറിയില്ല, ജപ്പാൻ പോലെ ഇതൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ നമ്മുടെ വാഷി ടേപ്പ് ഒട്ടിക്കുമ്പോൾ നമ്മൾ കീറിയിട്ടല്ല ഒട്ടിക്കാറില്ല, അതിൻ്റെ ഒരു അംശമാണ് ഞാൻ ഈ കാണുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ സാധാ ഒട്ടിക്കുന്ന പോലെ തന്നെ കുറച്ച് ബിഗ് സൈസിലായിട്ടുണ്ട്. പിന്നെ ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെ അതിൻ്റെ ശരിക്കുള്ള ഷേപ്പിലുള്ളതാണ്, ഇതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത്രയാണ് സ്റ്റിക്കേഴ്സിൽ വരുന്നത്. സാധാരണ നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ് പോലത്തെ ഒന്നും അതിൽ കിട്ടിയിട്ടില്ല, എന്നാലും കവായി സ്റ്റിക്കേഴ്സിൽ ഒട്ടിക്കാൻ പറ്റും, കാരണം അത് ബ്ലൂ അല്ലേ, അതുകൊണ്ട് ഒട്ടിക്കാൻ പറ്റും. പിന്നെ ഇത് അതിനേക്കാളും വലിയ കുറച്ച് പിക്ചേഴ്സാണ്. ഇത് നമുക്ക് ഫ്രെയിമൊക്കെ മേടിച്ചിട്ട് അതിൽ കയറ്റിയിട്ട് റൂമിലൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇതാണ്, ഇത് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സാണ്. ഇത് വെച്ചിട്ട് നമുക്ക് കീറിയിട്ട് അവിടെ ഇവിടെ ഒട്ടിക്കാൻ ആവും. ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ജേർണൽ കിറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും മേടിച്ച് നല്ലതാവുന്ന ഒരു പ്രൊഡക്റ്റാണ്, നല്ല ഉപയോഗം വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇത് എഴുതുകയെന്നാണ് ചെയ്യാന്നാണ് പറയണത്. എനിക്ക് എന്താ സംഭവം എന്നൊന്നും അറിയില്ല, ഞാൻ വെറുതെ ചെയ്യുകയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ എനിക്കിത് വെച്ചിട്ട് എന്തായാലും ഒരു ജേർണൽ ചെയ്യണം. അതും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ടാറ്റാ ഗൈസ്.